Assalamualaikum. Welcome back to Shana's vlog. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മൾ എന്താ ഇങ്ങനെയൊക്കെ വന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ ഈദാണ് വരുന്നത്. അപ്പോൾ ഈദിലേക്ക് ഒരു മേക്കപ്പ് ലുക്ക്, മേക്കപ്പ് ലുക്ക് പോലത്തെ ഒരു ഈദ് മേക്കപ്പ് ലുക്ക് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് നമുക്കൊരു കൊളാബ് ഇട്ടിട്ടുള്ളത് ഒരു സെൽവ സെറ്റാണ്. ഞാൻ ഇവിടെ സൈഡിൽ വേണമെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെനിക്കൊരു കൊളാബിൽ വന്നതായിരുന്നു. അപ്പോൾ ഞാൻ അതിട്ടിട്ട് തന്നെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഈദിൻ്റെ ഡ്രസ്സല്ല ഇട്ടിട്ടുള്ളത്. ഈദിൻ്റെത് ഇൻഷാ അല്ലാ ഈദിൻ്റെ അന്നോ അല്ലെ പിറ്റേന്നായിട്ട് നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ പോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, മേ ബി ഷോർട്സ് ആയിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു വ്ലോഗ്. ഓക്കെ, എന്തെങ്കിലും ഒന്ന് പോസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇത് മേക്കപ്പ് ലുക്കാണ്. അപ്പോൾ ഇന്ന് ഞാൻ ഫേസിലൊന്നും ഇട്ടില്ല, പക്ഷേ ഫേസ് സ്കിൻ കെയർ പോലും ചെയ്തിട്ടില്ല. അപ്പോൾ സ്കിൻ കെയറും കൂടി ഞാൻ ഇതിൽ തന്നെ പെട്ടെന്ന് ചെയ്യാം. മെയിനായിട്ട് മേക്കപ്പാണ് ഫോക്കസ് ചെയ്യുന്നത്. സോ സ്കിൻ കെയറിൽ ഫസ്റ്റ് നമ്മൾ സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യേണ്ടത് ടോണിങ് ആണ്. ടോണർ യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് പിന്നെ അത് എന്താ പറയുക ഒഴിവാക്കാൻ തോന്നിയിട്ടില്ല കേട്ടോ. ടോണർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. യൂസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും അത് പിന്നെ നിർത്തൂല. സോ ടോണർ യൂസ് ചെയ്തു. ടോണർ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് മിനിമലിസ്റ്റിൻ്റെതാണ്. പിന്നെ ഞാനിവിടെ കാണിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ലിങ്ക് കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ എല്ലാം ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പോയിട്ട് വേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ പോയിട്ട് അത് ആ പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ. സോ അതിൻ്റെ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും. ഇത് മിനിമലിസ്റ്റിൻ്റെ ടോണർ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. സോ സെക്കൻഡ്, ഞാൻ സ്കിൻ കെയറിൽ ഞാൻ വിറ്റമിൻ സി സെറം യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പം ഞാൻ നമ്മളെ ഇതാണ് യൂസ് ചെയ്യുന്നത്. അഡ്വാൻസ് സ്നെയിൽ 96 മ്യൂസിക് പവർ എസെൻസ് ആണ്. കോസാറെക്സിൻ്റെ സ്നെയിൽ മ്യൂസിക് പവർ എസെൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു പ്രോഡക്റ്റ് അമേസിങ് പ്രോഡക്റ്റ് ആണ്. നിങ്ങൾക്ക് അത്യാവശ്യം അറിയുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കാം ഇത്. സോ ഈ ഒരു സ്നെയിൽ മ്യൂസിക് പവർ എസെൻസ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മളെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യാനും ആ ഒരു ഉള്ളിൽ നിന്നുള്ളൊരു ഇന്നർ ഗ്ലോ കിട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ആളാണ്. പിന്നെ ചിലർ പറഞ്ഞു ഇത് ഹൈഡ്രേറ്റിംഗ് മാത്രമല്ല, ഹൈഡ്രേറ്റിംഗ് മാത്രമേ ഉള്ളൂ, ഇത് നമുക്ക് നമ്മളെ സ്കിന്നിനെ എന്താ പറയുക റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യില്ല. അത് പക്ഷേ ഇത് റിപ്പയർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ സ്കിന്നിലുള്ള ചെറുതായിട്ടുള്ള പിഗ്മെൻറ്റേഷൻ കാര്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്നെയിൽ മ്യൂസിക് പവർ എസെൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ നെക്സ്റ്റ് യൂസ് ചെയ്യുന്നത് ഈ ഒരു സൺസ്ക്രീൻ ആണ്. ഞാനിപ്പോൾ കറൻറ്റ്ലി യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീൻ ആണ്. ഷാഡോ SPF 50+ ജെൽ സൺസ്ക്രീൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് 3 ഫിംഗർ റൂളൊക്കെ ചെയ്യാം, പക്ഷെ ഞാനിപ്പോൾ അങ്ങനെ ചെയ്യില്ല. നമ്മൾ പിന്നെ പുറത്തേക്കൊന്നും പോകുന്നില്ല. പക്ഷേ ഈ ഡോർ അടിക്കുകയോ ജൂനി കൂടി ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആളിവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മേക്കപ്പ് ചെയ്യലൊക്കെ എന്താവും നല്ലതുപോലാണ്. ജൂനിയർ സ്റ്റാൻഡ് തട്ടെടുത്തു. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് സെറ്റായിട്ട് നമുക്ക് മേക്കപ്പ്. ഓക്കെ, അപ്പോൾ നമുക്ക് മേക്കപ്പിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത് ഈ ഒരു കൺസീലർ ആണ്. ഞാൻ ഫൗണ്ടേഷൻ അല്ല അപ്ലൈ ചെയ്യുന്നത്, ഈ ഒരു കൺസീലർ ആണ് യൂസ് ചെയ്യുന്നത്. സൂയി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ ഇവിടേക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു കൺസീലർ ആണ് ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നത്. അത് അങ്ങനെ കുറേ ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യണ്ട. കുറച്ച് ഒരു ഐയുടെ ഏരിയ, ലിപ്പിൻ്റെ ഈ ഒരു ഏരിയ, ജസ്റ്റ് ഫോർഹെഡ്, നോസ് കുറച്ച് വേണം. ഓക്കെ, ഇത് സൂനിക്കാം. ഓക്കെ, സൂനിക്കാം പിടി. ഓക്കെ, അപ്പം നമ്മൾ ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെയൊക്കെ നമുക്ക് ഇതിന് മേക്കപ്പ് ചെയ്യാവുന്നതാണ്. കുട്ടികളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ തന്നെ ചെയ്യേണ്ടി വരും. ഓക്കെ, അത്യാവശ്യം ബ്ലെൻഡ് ആയിട്ടുണ്ട്. സോ നെക്സ്റ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഈ ഒരു ബ്ലഷ് ആണ്. ഇത് ഞാൻ ഫസ്റ്റ് എടുത്ത് കൺസീലർ ഏതാ പറഞ്ഞില്ലല്ലോ അല്ലെ. കൺസീലർ വന്നിട്ട് ഫിറ്റ്മിയുടെ കൺസീലർ ആണ് കേട്ടോ. ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യും പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന്
മനസ്സിലാവല്ലോ. അപ്പം ഞാൻ അടുത്തത് യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. എർത്ത് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെതാണ്. അടിപൊളിയാണ്, നമുക്ക് ഈസി ആയിട്ട് ബ്ലെൻഡ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ലിപ്പ് ആൻഡ് ചീക്ക് ടിൻ്റാണ്. സോ നമുക്ക് ആഡ് ചെയ്യാം കുറച്ച്, ഇത്രയും മതി. സോ ലൈക്ക് നമുക്ക് ഇതന്നെ എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ, അപ്പോൾ ബ്ലഷും അപ്ലൈ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് ഐഡിയ ഏരിയ ഒന്ന് സെറ്റ് ചെയ്ത് ഐബ്രോ ചെയ്യണം എന്ന് നോക്കട്ടെ. ഐബ്രോ നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഐബ്രോ ചെയ്യണം, പക്ഷെ ഞാനിപ്പോൾ അധികം അങ്ങനെ ചെയ്യില്ല. ഓക്കെ, എന്തായാലും ഞാനിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളാട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്കിനി ഒരു ലിപ്സ്റ്റിക്ക് എടുക്കാം. ഈ ഒരു ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് വണ്ണാണ്, എൻ്റെ ഒരു കറൻറ്റ് ഫേവറേറ്റ് ആണ്. ഇതിൻ്റെ മുന്നത്തെ ഫേവറേറ്റ് നിങ്ങൾക്ക് അറിയാം, വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ ഗിവ് മീ മോക്ക. അതുകൊണ്ട് സ്പ്രേ ഒക്കെ എടുത്ത് വായിലിടുന്ന മക്കളെ. സോ ഇതാണ് എൻ്റെ ഇപ്പോഴും ഓൾ ടൈം ഫേവറേറ്റിൽ വരുന്നതാണിത്. ബട്ട് ദിസ് ഇസ് മൈ കറൻറ്റ് ഫേവറേറ്റ് ലിപ്സ്റ്റിക്ക്. മാൾസിൻ്റെതാണ്. മാൾസിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 11 ഷെയ്ഡ് നെയിം എന്തോ ഉണ്ടല്ലോ. ഞാൻ എന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കൂ. ഞാൻ ലിപ്സ്റ്റിക്ക് മെയിനായിട്ട് ഇപ്പോൾ ലിപ്സ്റ്റിക്കിനല്ലായിരുന്നു ഇതെടുത്തത്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. ലിപ്സ്റ്റിക്ക് നമുക്ക് ബാക്കി സെറ്റ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഐ ഷാഡോക്ക് പകരമാണ് ഈ ഒരു സംഭവം കൊടുക്കുന്നത്. ഒരു ഗ്ലൈസിങ് ഉണ്ടാവും കേട്ടോ. ഇത് ജസ്റ്റ് ഒരു ഭയങ്കര ഒരു മാറ്റ് ഫിനിഷ് അല്ല, ജസ്റ്റ് ഒരു ഗ്ലോയി ഫിനിഷാണ്. എനിക്കങ്ങനെ ഐ ഷാഡോ പാലറ്റ് വേണമെന്ന് ആവശ്യമൊന്നുമില്ല. ഇത് വെച്ചിട്ട് തന്നെയാണ് ഞാൻ എല്ലാ സമയത്തും ചെയ്യാറ്. ഓക്കെ, നമ്മൾ ഏകദേശം കൊടുത്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മളെ ലിപ്പ് തന്നെ നമുക്കൊന്ന് റെഡിയാക്കാം, എന്നിട്ട് ബാക്കി നോക്കാം. ലിപ്പിലാണ് എല്ലാവരും ലാസ്റ്റ് ചെയ്യലെന്ന് അറിയാം, പക്ഷെ നമുക്ക് ലിപ്പ് റെഡിയാക്കിയിട്ട് വേറൊരു സംഭവം ഉണ്ട്, അത് ചെയ്യാം. അതായത് നമ്മൾ ഈ ഒരു ഇത് അപ്ലൈ ചെയ്തു. ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു മാസിൻ്റെത് അത് മാത്രമാണെങ്കിൽ ഇത് മാത്രം മതി, വലിയ കുഴപ്പമൊന്നുമില്ല. ഭയങ്കരമായിട്ട് നമുക്ക് എടുത്ത് കാണിക്കുന്ന ഒന്നല്ല കേട്ടോ. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത് ഒരു വെൽവെറ്റ് റോസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു മാറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ലിപ് ക്രയോൺ ആണ്, മറ്റേതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക്കാണ്. ഇവിടെ നിൽക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് അപ്പോൾ ഈ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ ഒരു ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഒരു സംഭവം രണ്ടിൻ്റെയും ലിങ്ക് കൊടുക്കാം. ഇതും മറ്റേതിൻ്റെതും അടിപൊളിയാണ് കോമ്പോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കേട്ടോ. പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് ചേരുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഐ ഷാഡോ ഓക്കെ. ഇനി നമുക്ക് മസ്കാര, അതാണ് മെയിൻ. മസ്കാര സോനി. ഓക്കെ, നെക്സ്റ്റ് മസ്കാര ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മാൾസിൻ്റെതാണ് മസ്കാര യൂസ് ചെയ്യുന്നത്. ഓക്കെ, മസ്കാര ഇട്ടെടുത്തിട്ട് മസ്കാര ഇടുന്നതിന് മുന്നേ നമുക്ക് ഒരു പണിയുണ്ട്. സെറ്റിംഗ് പൗഡർ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം, എന്നിട്ട് നമുക്ക് മസ്കാര ഇടാം. സോ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി ഈ ഒരു എൻവൈബയുടെ റൺവേ റേഡിയൻസ് എന്ന് പറയുന്ന ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്യാൻ, ഭയങ്കരമായിട്ട് സെറ്റ് ചെയ്യുന്നില്ല. എനിക്ക് ആ ഒരു ഗ്ലോയി ഫിനിഷാണ്, ഭയങ്കര മാറ്റ് ഇഷ്ടമില്ല, ഒരു ഗ്ലോയി ആണ് ഇഷ്ടം. ഞാൻ ജസ്റ്റ് ഒന്ന് ഓവർ ബ്ലഷിൻ്റെ ഏരിയ ഒന്നും ഇല്ലാതെ നമുക്ക് ചെറുതായിട്ടൊന്ന്, ഷോളല്ല കേട്ടോ ഇടാം, അതുകൊണ്ടാണ് ഞാൻ കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഇട്ടിട്ടുള്ളത് ഷോളില്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്.
അത് സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോണേ യെസ് ഈ ഒരു മസ്കാര ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. സോ മസ്കാര അപ്ലൈ ചെയ്യാം. മാർസിൻ്റെതാണ് മസ്കാര യൂസ് ചെയ്യുന്നത് കേട്ടോ. അതെടുക്കല്ലേ എന്തെടുത്താലും അതെടുക്കല്ലേ. ബാക്ക് പൗഡർ എടുത്ത് നിലത്തിട്ട് കഴിഞ്ഞാൽ മൊത്തത്തിൽ പൊട്ടിച്ചത്. അതന്നെ വേണം. ഞാൻ ഐലൈനർ എഴുതുന്നില്ല, ജസ്റ്റ് മസ്കാര മാത്രമാണ് ഇടുന്നത്. കുറേ ഐലൈനർ ഇടാൻ എനിക്ക് വലിയ ഇഷ്ടമില്ല. മസ്കാര ഇട്ടാൽ തന്നെ മതി. അതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് തോന്നിയത്. ഓക്കെ, അപ്പം നമ്മൾ മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. മസ്കാര ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം റെഡിയായി. ഇതാണ് ഞാൻ വിചാരിച്ചിട്ടുള്ള ഒരു ലുക്ക്. കംപ്ലീറ്റ് ഒരു നോ മേക്കപ്പ് ലുക്ക്. ഭയങ്കര ഹെവി ആയിട്ടും ഇല്ല, എന്നാൽ ഭയങ്കര തീരെ ഇല്ലാണ്ടും ഇല്ല, കുഴപ്പമില്ല. സോ ഞാനിനി ഷോളൊക്കെ ഇട്ടിട്ട് ശരിയായിട്ട് സെറ്റായിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ ഷോളൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാനിതൊന്ന് ജസ്റ്റ് ഹിജാബിൻ്റെ ഇതും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം കുറച്ചും ഇത് കൂടുതലും അങ്ങനെ എടുക്കാം. ഒന്ന് ഷോർട്ടും ഒന്ന് ലോങ്ങും ആയിട്ട് എടുക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം ബാക്കിലേക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു മാഗ്നറ്റിക് പിന്നുണ്ടല്ലോ, ഇത് നമുക്ക് ജസ്റ്റ് ഇവിടെ ഇങ്ങനെ എന്നിട്ട് ഈ ഒരു ലോങ് പാർട്ട് നമ്മൾ ഈ ഒരു ലോങ് പാർട്ട് ഇവിടെ ഇടാം. ജസ്റ്റ് ഇവിടെ നമുക്ക് ഇവിടെ ഒന്ന് ജസ്റ്റ് പിൻ ചെയ്ത് വെക്കണം. പിന്നെടുത്തിട്ട് വരാം. ഓക്കെ, നമ്മൾ പിന്നെടുത്ത് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഇവിടെ ഇങ്ങനെ കൊടുക്കാം. ഈ ഒരു ഹിജാബ് ലുക്കിൽ നമ്മൾ ഇയറിംഗ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഉണ്ടാവും, നല്ല രസം ഉണ്ടാവും. സോ ഞാൻ ഗോൾഡിൻ്റെത് അവിടെ ഇട്ടതിനോണ്ട് അത് ഊരി കളിക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടാണ്. ഇയറിംഗ് അങ്ങനെ വിചാരിച്ചിട്ടില്ലായിരുന്നു, ബട്ട് നമുക്ക് ഇയറിംഗ് കൂടി കൊടുക്കാം. ഓക്കെ, ഇയറിംഗ് ഞാനിവിടെ കൊടുക്കുന്നത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഒരു കോംബോ സെറ്റായിട്ട് വാങ്ങിച്ചിട്ടുള്ള ഇയറിംഗ്സ് ആണ്. ഇത് കണ്ടോ, ഇതിൽ നിന്ന് ഒന്നും എടുത്ത് കൊടുക്കാം നമുക്ക്. ഇത് കൊടുക്കാം അല്ലേ, ഇതെനിക്ക് കുറച്ചുകൂടി ഭംഗി. അപ്പം ഇത് കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത് അറിയാലോ, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തു. അപ്പോൾ പെട്ടെന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കേട്ടോ, കാരണം അവർക്കൊക്കെ ഇതങ്ങ് ഇന്നോ നാളെ എന്ന് പറഞ്ഞ് നിൽക്കല്ലേ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്ത് കൊടുത്തോ. പിന്നെന്താണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക. എന്നാലും ഞാൻ എപ്പോഴും വീഡിയോസ് ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടുള്ളൂ. സോ ഇത്രയുള്ളൂ വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.